സമാധി ഗോപൻ സ്വാമി കുറച്ചു മുമ്പ് വൈറലായിരുന്നു. ആ അമ്മയും ഇടയ്ക്കൊരു വൈറലായി, മക്കളും നല്ല രീതിയിൽ വൈറലായിട്ട് ഇപ്പോൾ ഏർന്ന് താഴെ ഇറങ്ങി ഒരു ബിസിനസ് പരമായിട്ടൊക്കെ അവർ മുന്നോട്ട് പോകേണ്ട രീതി, ഭക്തി വിറ്റ് ഒരു പൈസ ഉണ്ടാക്കാൻ എന്നൊക്കെ അവർ ഉദ്ദേശിച്ചു. പക്ഷെ നടപടി ആയില്ല. ഇപ്പോൾ പുള്ളിക്കാരൻ ഒരു ശിവലിംഗമായിട്ടൊക്കെ പ്രതിഷ്ഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അമ്മ പറയുന്നൊന്ന് കേട്ടു നോക്ക്. സമാധി സ്ഥലത്തിന് മുകളിൽ ശിവലിംഗം സ്ഥാപിക്കാൻ പോവുകയാണ്. വീട്ടിൽ നമ്മൾ ഓർഡർ ചെയ്ത് മയിലാടി നമ്മൾ ഈ ക്ഷേത്രത്തിന് വേണ്ടി എല്ലാം ചിലവൊക്കെ വലിയ എമൗണ്ട് ആകത്തില്ലേ? ഞങ്ങൾ 2 പശു നിന്ന് കൊടുത്തു. ഞങ്ങൾ പശുവിന്റെ വരവ് വെച്ചാണ് ചിലവൊക്കെ മരുമോൾ വീഴുന്നതിന് ശേഷം ഇവിടെ പ്രശ്നങ്ങൾ, പശുവിന് ആഹാരം കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റില്ല, മെഡിക്കലൊക്കെ ആയപ്പോൾ പശുവിനെ വേറെ പാർട്ടി അവന് സ്നേഹമുള്ള ഒരു പാർട്ടിയെ വിളിച്ചുകൊണ്ട് ഇവിടെ കിടന്ന് ചാവാതെ കൊണ്ടുപോകാൻ പറഞ്ഞു. അങ്ങനെ ഒന്ന് വിറ്റ് ഇപ്പം ശിവലിംഗത്തിനും ഒക്കെ ഓർഡർ കൊടുത്തിരിക്കുന്നു. പശുവിനെ വിറ്റ് പൈസ കൊടുത്തത്. കാര്യങ്ങളൊക്കെ കാര്യം അതാണ് ഇപ്പം ബുദ്ധിമുട്ടായിട്ട് നമ്മൾ ധർമ്മസംഘത്തിലായിരിക്കുന്നത്. സന്തം കമ്പനിയിൽ ഇടയ്ക്ക് പോയെങ്കിലും അവനും ലോണും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ബുദ്ധിമുട്ട് തന്നെ. എങ്കിലും ഭഗവാന്റെ കാര്യങ്ങൾ കൈലാസ മഹാദേവന്റെ സഹായം കൊണ്ട് എല്ലാം ഭഗവാൻ നടത്തും എന്നുള്ള ഒരു മനസ്സിന്റെ ഉറപ്പ് കൊണ്ടാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ അമ്മച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ഭക്തി കൊണ്ട് അല്ലെങ്കിൽ ശിവലിംഗം കൊണ്ടുവച്ചത് കൊണ്ട് ഈ ദൈവങ്ങൾ ആരും കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ ഒരു സാധനം വെച്ച് തരില്ല. അന്നന്ന് പണിയെടുത്ത് അല്ലെങ്കിൽ അന്നന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് വല്ലതും ഞം അകത്തോട്ട് പോവുള്ളൂ. അല്ലാതെ ലോണ് പാസ്സാക്കി തരുന്നത് ഭഗവാന്റെ കടാക്ഷം കൊണ്ടൊന്നും അല്ല. അവിടെ ഇരിക്കുന്ന മാനേജറിന്റെയും നിങ്ങളുടെ പേപ്പർ വർക്കൊക്കെ നല്ല രീതിയിലാണെങ്കിൽ മാത്രമാണ് ലോണ് പാസ്സാക്കി തരും. അല്ലാതെ ഒരു ഭഗവാൻ വിചാരിച്ചാൽ ഒരു ബാങ്കിൽ നിന്ന് ലോണ് പാസ്സാക്കി തരില്ല. അത് ആദ്യം ഒരു ബോധം വേണം. ഒരാൾ മരിച്ചു, അടക്കം ചെയ്തു, അതോടെ കഴിഞ്ഞു, പിന്നെ അതിന് വിറ്റ് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കണം, ഇതിനൊക്കെ ചെലവ് വരവ് ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവം ഇതുകൊണ്ടൊന്നും തരാത്തത്? സാമാന്യ ബോധത്തോടെ ചിന്തിച്ചാൽ പോരെ. എല്ലാവരും ഇതേപോലെയുള്ള എല്ലാ അന്ധമായിട്ടുള്ള വിശ്വാസം കൊണ്ട് നടക്കുന്നവരൊക്കെ ഒരു കാര്യം ആലോചിച്ചാൽ നല്ലത്. അവനവൻ പണിയെടുത്ത് വല്ലതും ഉണ്ടാക്കിയാൽ അവിടെ കാണുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പെരുവഴിയിൽ നിൽക്കേണ്ടി വരും. ഭക്തിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ കടയിൽ കൊണ്ടുപോയിട്ട് 2 കിലോ പഞ്ചസാര 1 കിലോ അരിയൊന്നും കിട്ടില്ല. അത് ആദ്യം ഓർമ്മ വന്നാൽ നല്ലത്.